വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ് ഓഫ് സ്മൈൽ എഡ്യൂസിറ്റി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസണാണ് ചാപ്റ്റർ 1 NCERT ക്ലാസ് 2. ചാപ്റ്ററിൻ്റെ പേര് എ ഡേ അറ്റ് ദി ബീച്ച് എന്നാണ്. അപ്പോൾ നമുക്കിനി നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF-ഉം പിന്നെ മറ്റേ സൈഡിൽ വൈറ്റ് ബോർഡാണ് വരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഫസ്റ്റ് പേജിൽ ഒരു ആക്ടിവിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ആ ആക്ടിവിറ്റിയിൽ പറയുന്നത് എ ഡേ അറ്റ് ദി ബീച്ച് എന്നാണ് നമ്മുടെ ലെസൻ്റെ പേര്. ആ ആക്ടിവിറ്റിയിൽ പറയുന്നത് എന്തെന്നാണ്, ലുക്ക് അറ്റ് ദി അബോവ് പിക്ചർ, കൗണ്ട് ആൻഡ് റൈറ്റ് ദി നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഗീവൺ ബിലോ. അപ്പോൾ ഈ പിക്ചറിൽ ഇതൊരു ഒബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന, നമ്മൾ സാധാരണ ബീച്ചിൽ പോയാൽ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കാണാറുള്ളത്? ബീച്ചിൽ പോയാൽ നമ്മൾ ഷെല്ലുകൾ കാണാറുണ്ട്, പലതരം മീനുകൾ കാണാറുണ്ട്, മീൻ വിൽക്കാൻ വന്നിട്ടുള്ള ആൾക്കാരെ കാണാറുണ്ട്, മീൻകാരെ. പിന്നെ ആരൊക്കെ കാണാറുണ്ട്? ബലൂൺ വിൽക്കുന്ന ആൾക്കാരുണ്ടാവാറുണ്ട്, തെങ്ങ് ഉണ്ടാവാറുണ്ട്, ബോട്ട് ഉണ്ടാവാറുണ്ട്, കടകൾ ഉണ്ടാവാറുണ്ട്, കുട്ടികൾ കളിക്കുന്നുണ്ടാവും. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ബീച്ചിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ലെസൺ 1 എ ഡേ അറ്റ് ദി ബീച്ച് എന്നുള്ള ലെസൻ്റെ പിക്ചറിൽ എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ് കൊടുത്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ പിക്ചറിൽ ഉള്ള ഒബ്ജക്ട്സ് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ എണ്ണം നമ്മൾ എഴുതണം. അപ്പോൾ നമ്മൾ സാധാരണ ചെറിയ ക്ലാസ്സസിലൊക്കെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യാറുള്ളത്? ഇപ്പോൾ ഞാൻ ഈ ബോർഡിൽ വരയ്ക്കുന്നത് നോക്കിക്കോ. 3 ട്രയാങ്കിളാണുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ 1 2 3 എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്യും. അതേപോലെ ഇപ്പോൾ ഒരേപോലെയുള്ള ട്രയാങ്കിൾസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഇനി മുതൽ നമ്മൾ എങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത്? 1 2 ആയി കൗണ്ട് ചെയ്യണതിൻ്റെ പകരം നമ്മൾ ഒരു ഗ്രൂപ്പായി കൗണ്ട് ചെയ്യണം. ഇത് 3 എണ്ണം, ഇത് 3 എണ്ണം, ഇതും 3 എണ്ണം. അപ്പോൾ 3 എണ്ണത്തിൻ്റെ 3 ഗ്രൂപ്പ്സ് ഓഫ് 3 എന്നാണ് ഇതിന് പറയാം. അപ്പോൾ നമ്മൾ സാധാരണ കൗണ്ട് ചെയ്യുന്ന രീതി മാറ്റിയിട്ട് ഒരു പുതിയ രീതിയിൽ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തെങ്ങുമ്മൽ എത്ര തേങ്ങയാണ് ഉള്ളതെന്ന് കൗണ്ട് ചെയ്യാം. കോക്കനട്ട്, എത്ര കോക്കനട്ടാണുള്ളത്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. പിന്നെ 2 എണ്ണം നിലത്തുണ്ട്, 16 17 18 19 20 21 22 23 24 25 26 27 എണ്ണാണുള്ളത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഈസിയായി കൗണ്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഗ്രൂപ്പ് ചെയ്യണം. ഈ കോക്കനട്ട്സിനെ നമുക്ക് ഗ്രൂപ്പ്സ് ഓഫ് 5 ആക്കാൻ പറ്റും. ഗ്രൂപ്പ്സ് ഓഫ് 5. അപ്പോൾ എത്ര ഗ്രൂപ്പ്സ് ഓഫ് 5 ആണ് ഇതിലുള്ളത്, പിക്ചറിലുള്ളത്? അത് നമ്മൾ നോക്കണം. അപ്പോൾ എത്ര ഗ്രൂപ്പ്സ് ഓഫ് 5 ആ? 1 2 3 4 5 ഗ്രൂപ്പ്സ് ഓഫ് 5 ആണുള്ളത്. പിക്ചറിൽ 5 ഗ്രൂപ്പ്സ് ഓഫ് 5 ആണുള്ളത്. അപ്പോൾ 5 ഗ്രൂപ്പ്സ് ഓഫ് 5 എത്രയാണ്? 25. ഇത് നമ്മൾ ടൈം എടുത്ത് കൗണ്ട് ചെയ്താൽ മതി. എനിക്കറിയുന്ന കാരണം പെട്ടെന്ന് ആൻസർ കിട്ടിയതാണ്. കൗണ്ട് ചെയ്യണം ഓരോ 5-നെ. 5 + 5 10 10 + 5 15 15 + 5 20 20 + 5 25. അപ്പോൾ 5 ഗ്രൂപ്പ്സ് ഓഫ് 5 ആണ്. 5. ഇത് എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? 5ൻ്റെ 5 ഗ്രൂപ്പ്സ് ആണുള്ളത്. ഇതൊക്കെ 5 ആണ്. 5ൻ്റെ എത്ര ഗ്രൂപ്പ്സ് ഉള്ളത്? 5 ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാതും കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബോട്ട്സ് എത്ര എണ്ണമാണ് പിക്ചറിൽ? ഓരോ സൈഡിലും 4 ബോട്ട്സ് ആണ്. അപ്പോൾ 4 + 4 8 8 + 4 12 ബോട്ട്സ് ആണ് പിക്ചറിലുള്ളത്. ചിൽഡ്രൻ എത്ര കുട്ടികളാണുള്ളത്? 2 ഗ്രൂപ്പ്സ് ഓഫ് 3 ആണുള്ളത്. 3 ഗ്രൂപ്പ്സ് ഓഫ് 2 ആണുള്ളത്. 3 ഗ്രൂപ്പ്സ് ഓഫ് 2 ചിൽഡ്രൻ ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്തേ. എങ്ങനെ കൗണ്ട് ചെയ്യുക? ആൻസേഴ്സ് ഇപ്പോൾ കാണിക്കും സ്ക്രീനിൽ. ഓക്കെ, അപ്പോൾ എത്ര ഒബ്ജക്ട്സ് ആണുള്ളത്? കോക്കനട്ട്സിൻ്റെ ആൻസർ എത്ര? കോക്കനട്ട്സിൻ്റെ ആൻസർ എത്ര? 27. അതെ, ആൻസർ കിട്ടാത്തവർ വിഷമിക്കേണ്ട. നമുക്ക് ഡീറ്റെയിൽ
ആയിട്ട് പഠിക്കാം കേട്ടോ. ബോട്ട്സ് എത്ര എണ്ണം ഉള്ളത്? 12. അപ്പോൾ ചിൽഡ്രൻ എത്ര എണ്ണം ഉള്ളത്? 2 + 2 + 2. അപ്പോൾ 6 കുട്ടികളാണുള്ളത്. പിന്നെ ലാസ്റ്റ്ലി ഓറഞ്ചസ് എത്ര എണ്ണാണുള്ളത്? ഓറഞ്ച് 10 + 10 = 20 ഓറഞ്ചസ് ആണുള്ളത്. അപ്പോൾ ഇതാണ് ഈ ആക്ടിവിറ്റിയുടെ ആൻസേഴ്സ്. അപ്പോൾ ഇത് വെറുതെ ഒരു ഇൻട്രൊഡക്ഷൻ ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ എങ്ങനെയാണത് കൗണ്ട് ചെയ്തത്? നമ്മൾ ഗ്രൂപ്പ് ആക്കിയിട്ടാണോ അതോ ഒറ്റക്കാണോ കൗണ്ട് ചെയ്തത്? നമ്മൾ ഗ്രൂപ്പ് ആക്കിയിട്ടാണ് കൗണ്ട് ചെയ്തത്. ഓക്കെ. പിന്നെ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട കേട്ടോ, അത് നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് ടേസ്റ്റി ചിക്കൂസ്. Manoj is helping his father in selling chikkus that he has arranged in the trays. There are dash chikkus in one tray. അപ്പോൾ ഒരു ട്രേയിൽ എത്ര ചിക്കൂസ് ആണുള്ളത്? കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9 10 ചിക്കൂസാണ് എന്തിലുള്ളത്? 10 ചിക്കൂസാണ് ഒരു ട്രേയിലുള്ളത്. 10 ചിക്കൂസാണ് ഒരു ട്രേയിലുള്ളത്. അപ്പോൾ എത്ര ചിക്കൂസാണ് മൊത്തം ഉള്ളത്? ഹൗ മെനി ചിക്കൂസ്? എത്ര ചിക്കൂസാണ് മൊത്തം ഉള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ വേണ്ടത്? എത്ര ട്രേ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. 1 2 3 4 5 6 7 8. അപ്പോൾ = 8 ട്രേസ് ആണ് ഉള്ളത്. അപ്പോൾ 8 ട്രേസ്, ഒരു ട്രേയിൽ 10 ചിക്കു ആണെന്നുണ്ടെങ്കിൽ 8 ട്രേയിൽ എത്ര ചിക്കു ഉണ്ടാവുക? അപ്പോൾ 8 പ്രാവശ്യം നമ്മൾ 10നെ ആഡ് ചെയ്യണം. 10 + 10 + 10 + 10 + 10 + 10 + 10 + 10. അപ്പോൾ മൊത്തം 8 ആയി = 80. അപ്പോൾ ആൻസർ കിട്ടിയത് എത്രയാണ്? മൊത്തം 80 ചിക്കൂസാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ മൊത്തം 80 ചിക്കൂസാണുള്ളത്. ഇത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ ഫൺ വിത്ത് ബ്ലോക്സ് ആൻഡ് സ്ട്രിപ്സ്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. എന്താണ്? ബ്ലോക്സ് നമ്മൾ കൗണ്ട് ചെയ്യാൻ പോവുകയാണ്. കൗണ്ട് ചെയ്യൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ 10 എണ്ണം, നമ്മൾ 10 ബ്ലോക്സാണ് നമ്മളിപ്പോൾ ഇവിടെ വരയ്ക്കുന്നത്. എത്ര ബ്ലോക്സാണ്? 10 ബ്ലോക്സാണ് നമ്മൾ വരയ്ക്കുന്നത്. 10 ബ്ലോക്സാണ് വരയ്ക്കുന്നത്. 1 2 3 4 5 ആയി. 6 7 8 9 10. അപ്പോൾ മൊത്തം എത്ര എണ്ണാണുള്ളത്? 10 എണ്ണാണുള്ളത്. അപ്പോൾ ഈ 10 എണ്ണം നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോന്നും ഇൻഡിവിജ്വലി ഒരെണ്ണമാണ് അല്ലേ? ഓരോ 10ലും ഇൻ ഈച്ച് 10 ഓരോ 10ലും ഓരോ ബ്ലോക്കിനും അതിൻ്റേതായ ഇൻഡിവിജ്വൽ വാല്യൂ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിലത്തെ എല്ലാ കുട്ടികൾക്കും അവരുടെ ഓൺ ടാലൻസ് ഉണ്ടാവും. ഒരാൾ പെയിൻറ്റിങ് ആയിരിക്കും ചെയ്യുന്നത് നന്നായിട്ട്, ഒരാൾ ഡാൻസിങ് ആയിരിക്കും, ഒരാൾ സിംഗിങ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വാല്യൂ ഉണ്ട്. പക്ഷെ ഒരുമിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ എന്താണ്? അതൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പാണ് ഇവിടെ 10 ആണ് ഇവിടുത്തെ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഓരോ ഇൻഡിവിജ്വൽ വണ്ണിനാണ് എന്തെന്ന് പറയുക? വൺസ്. ഈ 10 എണ്ണമായാൽ, ഇതൊരൊറ്റ എണ്ണമായാൽ, ഇതല്ലാതും കൂടി ഗ്രൂപ്പായാൽ ഇതിനെ എന്തെന്ന് വിളിക്കും? ടെൻസ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം കൂടി മനസ്സിലായി. എന്തെന്നാണ്? അപ്പോൾ ഒരു ഗ്രൂപ്പ്, അതായത് 110, ഒരു ഗ്രൂപ്പ് അതായത് 110 =
10 ones. 110 എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സാണ്. നമ്മുടെ ക്ലാസ്സിലത്തെ ഓരോ കുട്ടി, നമ്മുടെ ക്ലാസ്സിൽ 10 കുട്ടികളാണുള്ളത്. അപ്പോൾ ഓരോ കുട്ടിയും 10 ആളുകളാണ്. 10 ones ആണ്. ഈച്ച് പേഴ്സൺ ആണ്. ഈച്ച് പേഴ്സൺ 10 എണ്ണം ഉണ്ട്. അപ്പോൾ 110 is equal to 10 1. അപ്പോൾ 110 എന്നുള്ളത് നമ്മൾ എന്താക്കി? ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ ഈച്ച് പേഴ്സൺ എത്ര ആളുണ്ട്? 10 ആളുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 110 സ്ട്രിപ്പിൽ, ഈ പിക്ചറിൽ കാണിക്കുന്ന 110 സ്ട്രിപ്പിൽ എത്ര യൂണിറ്റ്സ് ആണുള്ളത്? ഈ നമ്മൾ ഈച്ച് പേഴ്സൺ എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് നമ്മൾ ഒരു കാര്യം കൂടി പറയും. അതിന് തന്നെ എന്തെന്ന്? യൂണിറ്റ്സ് അല്ലെങ്കിൽ വൺസ്. എത്ര ഒരെണ്ണമാണുള്ളത്? അപ്പോൾ 110 is equal to 10 യൂണിറ്റ്സ് അഥവാ 10 ones. 10 ones ആണ് എന്ത്? 110. അപ്പോൾ ഇനി നമ്മൾ ഈ ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഓരോ സ്ട്രിപ്പിലും, ബ്ലോക്ക് സ്ട്രിപ്സ് നമ്മൾ കണ്ടതാണ്, ഓരോ സ്ട്രിപ്പിലും 10 എണ്ണമാണുള്ളത്. എത്രയാണ്? 10 10 10 10 10. അപ്പോൾ 10 plus 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 10. അപ്പോൾ എത്രയാണ്? 50 നമുക്ക് കിട്ടുക. അപ്പോൾ എത്ര ബ്ലോക്ക് സ്ട്രിപ്സ് ആണുള്ളത്? 5 എണ്ണമാണുള്ളത്. അപ്പോൾ നമ്മളത് ഡയറക്റ്റ് എന്തെന്ന് എഴുതുന്നു? 5 എന്ന് എഴുതുന്നു. 5 ബ്ലോക്ക് സ്റ്റിക്സ് ആൻഡ് ഡാഷ് ബ്ലോക്സ്. അപ്പോൾ എത്ര ബ്ലോക്സ് ആണുള്ളത്? ഒറ്റ ഒരു സിംഗിൾ യൂണിറ്റ് എത്ര എണ്ണമാണുള്ളത്? 3 എണ്ണം. അപ്പോൾ നമ്മൾ ടോട്ടൽ എന്താണ്? 50 plus 3 53 ടോട്ടൽ ബ്ലോക്സ്. സെക്കൻഡ് വൺ വീണ്ടും നമുക്ക് ബ്ലോക്ക് സ്റ്റിക്സ് വന്നിട്ടുണ്ട്, ബ്ലോക്സും വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ബ്ലോക്ക് സ്റ്റിക്സ് ആണുള്ളത്? 4 ബ്ലോക്ക് സ്റ്റിക്സ് ആണുള്ളത്. 4 ബ്ലോക്ക് സ്റ്റിക്സ് ആണുള്ളത്. എത്ര ബ്ലോക്സ് ആണുള്ളത്? 4 ബ്ലോക്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ 4 ബ്ലോക്സ് എന്ന് എഴുതി. ടോട്ടൽ എത്രയാണ്? ബ്ലോക്ക് സ്ട്രിപ്സും ബ്ലോക്സും കൂടി 44 ആണ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഇതിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഫൈനൽ ക്വസ്റ്റ്യൻ. 1 2 3 4 5 6 10 സ്ട്രിപ്സ് ആണുള്ളത്. എത്ര യൂണിറ്റ്സ് ആണുള്ളത്? 1 2 3 4 5 6 7 8. അപ്പോൾ 8 യൂണിറ്റ്സ് ആണുള്ളത്. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? എത്രയാണ് ടോട്ടൽ? 68. എത്രയാണ് ടോട്ടൽ? 68 ആണ് ടോട്ടൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലോക്ക് സ്ട്രിപ്സ് എണ്ണുന്നത്, അഥവാ 10സും 1സും എണ്ണുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റിയും കൂടി ഇവർ കൊടുത്തിട്ടുണ്ട്. 10 സ്ട്രിപ്സ്. 36ൽ എത്ര 10 സ്ട്രിപ്സ് ആണ് ഉണ്ടാവുക എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഈ നമ്പറിനെ നമ്മൾ ഹാഫ് ആക്കണം. അപ്പോൾ ഹാഫ് ആക്കിയാൽ നമുക്ക് 10s ഇവിടെ കിട്ടും, പിന്നെ സിംഗിൾ യൂണിറ്റ് അഥവാ 1s ഇവിടെ കിട്ടും. അപ്പോൾ യെല്ലോ കളറിലുള്ളത് എന്താണ്? 10s ആണ്. യെല്ലോ കളറിലുള്ളത് 10s ആണ്. ഗ്രീൻ കളറിലുള്ളത് 1s ആണ്. യെല്ലോ കളറിലുള്ളത് 10s ആണ്. ഗ്രീൻ കളറിലുള്ളത് 1s ആണ്. അപ്പോൾ 36ൽ 3 10s ആണുള്ളത്, 6 1s. ഇത് യൂണിറ്റ്സ് അല്ല, വൺസ് എന്നുമാണ് ഇതിന് 2 പേരും പറയും കേട്ടോ. വൺസ് അഥവാ യൂണിറ്റ്സ്. നമ്മൾ വൺസ് എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ വൺസ് ആണ്. എത്ര എണ്ണാണുള്ളത്? 6 ones ആണുള്ളത്. 72. അപ്പോൾ 7 10 സ്ട്രിപ്സും 2 1 സ്ട്രിപ്സും 69. അപ്പോൾ 6 10 സ്ട്രിപ്സും 9 1 സ്ട്രിപ്സും ആണുള്ളത്. 1 സ്ട്രിപ്സ് ഇല്ല, ബ്ലോക്സ് ആണുള്ളത്. ഇനി 46 എന്ന് പറയുമ്പോഴോ 4ൻ്റെ 10 സ്ട്രിപ്സും പിന്നെ 6 1സും ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ 10s ആണ്, ഇതൊക്കെ 1s ആണ്.
ഇനി ഈ ടെൻസും വൺസും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? 100 ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എങ്ങനെയാണ് നമ്മൾ ടെൻസും വൺസും തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ സ്ട്രൈപ്പും എന്താണ് 10 ആണെന്നാണ് നമ്മൾ പഠിച്ചത്. ഓരോ സ്ട്രൈപ്പും 10 ആണ്. അത് അപ്പോൾ നമ്മൾ 1 2 3 4 5 6 7 യെല്ലോ യൂണിറ്റ്സ് ഇൻറ്റു 10, അതായത് 7 10ൻ്റെ യൂണിറ്റ്സ് ആണുള്ളത്. അതപ്പോൾ എന്താണ് വരിക? 70. പിന്നെ റെഡിൻ്റെ യൂണിറ്റ്സ് എത്ര എണ്ണമാണുള്ളത്? 3 എണ്ണമാണുള്ളത്. 10 20 30. അപ്പോൾ മൊത്തം എത്രയാണ്? 70 + 30 100. അതേപോലെ തന്നെ ഇവിടെ 1 2 3 4 5 50 യെല്ലോ യൂണിറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. റെഡ് 1 2 3 4 5 50 യൂണിറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ 50 + 50 5 + 5 10 50 + 50 100. അതേപോലെ 1 2 3 4 5 6 ടെൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ടെൻസ് എത്രയാണ്? 60. ഇനി 4 ടെൻസ് എത്രയാണ്? 40. അപ്പോൾ 40 യെല്ലോ യൂണിറ്റ്സ് ആണുള്ളത്, 60 റെഡ് യൂണിറ്റ്സ് ആണുള്ളത്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 100. 6 + 4 10. അപ്പോൾ 60 + 40 100. ലാസ്റ്റ്ലി 1 2 3 4 5 6 7 80 റെഡ് യൂണിറ്റ്സും യെല്ലോ യൂണിറ്റ്സ് 20 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ആൻസർ എത്രയാണ് കിട്ടുക? നമുക്ക് 100. അപ്പോൾ 100 തന്നെ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് 4 രീതിയിലാണ് 100 ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ദി ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റിയാണ്. കംപ്ലീറ്റ് ദി ഫോളോയിങ്. അപ്പോൾ കംപ്ലീറ്റ് ദി ഫോളോയിങ്ങിൽ 3 ടെൻസ്, അതായത് ഓരോ ട്രയാങ്കിളും നമ്മൾ നേരത്തെ ടെൻസിൻ്റെ ബ്ലോക്ക് സ്ട്രിപ്സും വൺസും നമ്മൾ യൂണിറ്റ്സ് നമ്മൾ നോക്കിയതാണ്. അതേപോലെ തന്നെ ഒരു ട്രയാങ്കിളിൻ്റെ മീനിങ് എന്താണ്? ടെൻസ് എന്നാണ്. ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ടെൻസ് ആണ്, സർക്കിൾ എന്ന് വെച്ചാൽ വൺസ് ആണ്. അപ്പോൾ 3 ടെൻസ് എന്ന് പറഞ്ഞാൽ 3 ട്രയാങ്കിൾസ്, 1 എന്ന് പറഞ്ഞാൽ 1 സർക്കിൾ. അപ്പോൾ 30 + 1 31. അതേപോലെ നെക്സ്റ്റ് 1 there are a total of 31 shells. ഇനി നെക്സ്റ്റ് 1 2 3, അപ്പോൾ 30. അപ്പോൾ 3 tens 1 2, അപ്പോൾ 2 ones, അപ്പോൾ 3 30. ഇത് എത്രയാണ്? 3 tens 30 ആണ്, +2 32. ഇനി അടുത്തത് എത്രയാണ്? 1 2 3 4 5. അപ്പോൾ എത്ര ടെൻസ് ആണ്? എത്ര ടെൻസ് ആണ്? 5 ടെൻസ് ആണ്. ഇനി എത്ര വൺസ് ആണ്? 3 വൺസ് ആണ്. അപ്പോൾ 50 + 3 53 ആണ് നമ്മുടെ ആൻസർ. ഇനി 2 ടെൻസ് 1 2 ടെൻസും 1 2 3 4 5 6 7 8 വൺസ് ആണ്. അപ്പോൾ 20 + 8 ആണ്. എത്രയാണ്? 28 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത്രയാണ് ഈ സെക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു ചെറിയ ആക്ടിവിറ്റിയാണ്. മേക്കിംഗ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അത് നമുക്ക് ഇതിൽ വെറുതെ ഒരു പാരഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. പകരം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഒന്നും കൂടി നന്നായി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ഡീറ്റെയിൽ ആയി പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു കുട്ടിയുണ്ട്. നമ്മൾ ആ പിക്ചറിൽ കണ്ട പോലെ തന്നെ ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടിയുടെ രണ്ട് കൈക്ക് ഈ കുട്ടി 2 പേരുകളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു കൈയുടെ പേര് ടെൻസ് എന്നാണ്, ഒരു കൈയുടെ പേര് വൺസ് എന്നാണ്.
ഇതൊരു ട്രിക്കാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയല്ല കൊടുത്തിട്ടുള്ളത്, എന്നാലും നമ്മളിതൊരു ട്രിക്കായിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ പേര് എന്തെന്നാണ്? രാജു എന്നാക്കാം അല്ലേ? നമുക്ക് രാജു എന്നാക്കാം. അപ്പോൾ ഈ കുട്ടിയുടെ പേര് രാജു, RAJU, രാജു എന്നാണ്. ഈ കുട്ടിക്ക് 2 കൈ. എല്ലാവർക്കും നമുക്ക് എത്ര കൈയാണുള്ളത്? എത്ര കൈയാണ്? 2 കൈയാണുള്ളത് അല്ലേ? അപ്പോൾ ഈ കുട്ടിക്ക് 2 കൈയാണുള്ളത്, നമുക്കും 2 കൈയാണുള്ളത്. പക്ഷെ ബാക്കി എല്ലാ മൃഗങ്ങൾക്കും അങ്ങനെയല്ല. പക്ഷെ ഈ കുട്ടി എന്താണ്? മനുഷ്യനല്ലേ? അപ്പോൾ എത്ര കൈകളാണുള്ളത്? 2 കൈയാണുള്ളത്. ഒരു കൈയുടെ പേര് എന്തെന്നാണ്? ടെൻസ്. എന്തെന്നാണ് പേര്? ടെൻസ്. ഒരു കൈയുടെ പേര് ടെൻസ്, ഒരു കൈയുടെ പേര് വൺസ്. അപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് കുറച്ച് 4 കാർഡ്സ് ഉണ്ട്. ഈ കുട്ടിയുടെ അടുത്ത് 4 കാർഡ്സ് ഉണ്ട്. കാർഡ്സ് ഇതൊക്കെയാണ് കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. 3, 1, 2, 4. 4 നമ്പേഴ്സിൻ്റെ കാർഡ്സാണ് കുട്ടിയുടെ അടുത്തുള്ളത് അല്ലേ? അപ്പോൾ നമുക്കിത് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ടിൽ നമ്മൾ ഇത് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ, നമുക്ക് എഴുതി വെച്ചാൽ പഠിക്കുന്ന സമയത്ത് ഈസി ആയിരിക്കും കേട്ടോ, ഒന്നും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് എന്താണ്? ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ കയ്യിൽ ഇത്തിരി കാർഡ്സ് ഉണ്ട്. കുട്ടിയുടെ ഒരു കൈയുടെ പേര് ടെൻസ് എന്നാണ്, ഒരു കൈയുടെ പേര് വൺസ് എന്നാണ്. അപ്പോൾ ഈ കുട്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് വേർഡ് പ്രോബ്ലംസ് പോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. CBQ ടൈപ്പ് കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ: രാജു ഡിഡ് ദി ഫോളോയിങ്. രാജു ഇങ്ങനെ ചെയ്തു. എങ്ങനെ ചെയ്തു? എന്താണ് ചെയ്തതെന്നാണ് പറയുന്നത് കേട്ടോ. രാജു എന്താണ് ചെയ്തത് എന്നാണ് പറയുന്നത്. രാജു ആദ്യം ഒരു കയ്യിൽ 2 കൈയുണ്ട് അല്ലേ രാജുവിന്? അപ്പോൾ 2 കൈയുണ്ട്. മക്കൾക്കൊന്നും കൂടി വൃത്തിയായിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വരക്കാം കേട്ടോ. അപ്പോൾ മാഷിന് ഇത്ര നന്നായിട്ടാണ് വരയ്ക്കാൻ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് കൈ വരയ്ക്കാം. നമുക്കൊരു റഫ് ഫിഗർ മതി കേട്ടോ, എക്സാക്റ്റ് വേണ്ട. ഈ കൈയുടെ പേര് ടെൻസ് ആണ്, ഈ കൈയുടെ പേര് വൺസ് ആണ്. അപ്പോൾ ഈ കുട്ടി എന്താണ് ചെയ്തത്? രാജു എന്താണ് ചെയ്തത്? 3 എന്നുള്ള നമ്പറിൻ്റെ കാർഡ് ടെൻസിൽ പിടിച്ചു. 2 എന്നുള്ള നമ്പറിൻ്റെ കാർഡ് വൺസിൽ പിടിച്ചു. 3 എന്തിൽ പിടിച്ചു? ടെൻസിൽ പിടിച്ചു. 3 എന്നുള്ള നമ്പർ ടെൻസിൽ പിടിച്ചു. പിന്നെ ആ കുട്ടി 2 എന്നുള്ള നമ്പർ വൺസിലും പിടിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക? 3 ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 10 10 ആണ്. അപ്പോൾ 2 10 സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? 20. 3 ടെൻസ് 30 ആണ് വരിക. അപ്പോൾ നമ്മൾ 3 ടെൻസ് എന്ന് വെച്ചാൽ എന്താണ്? 10 + 10 അതായത് 30. പിന്നെ നമുക്കിവിടെ 2 വൺസ് ആണ്, അതായത് 2 തന്നെ. അപ്പോൾ 30 + 2 എത്രയാണ്? 32. അപ്പോൾ ഈ രാജുവിന് എത്രയാണ് കിട്ടിയത് നമ്പർ? 32 എന്നുള്ള നമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രാജു ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? രാജു took 4 in one's hand and 3 in 10's hand. അപ്പോൾ രാജു എന്താണ് ചെയ്തത്? 4 in one's hand. ഇത് നമുക്കൊരു റഫ് ടേബിൾ നമ്മൾ വരയ്ക്കുകയാണ് കേട്ടോ മക്കളെ, പെട്ടെന്ന് ആൻസർ കിട്ടാൻ. എന്നാണ് നമ്മൾ ചെയ്തത്? രാജു വൺസിൽ 4 പിടിച്ചു, ടെൻസിൽ 3 പിടിച്ചു. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 30 + 4 34 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ രാജു ഏതൊക്കെ കാർഡ്സാണ് പിടിച്ചിട്ടുണ്ടാവുക 34 എന്നുള്ള നമ്പർ കിട്ടാൻ? 4ഉം 3യും. 4ൻ്റെ കളർ ഏതാണ്? റെഡ് ആണ്. 3യുടെ കളർ ഏതാണ്? 3യുടെ കളർ ഏതാണ്? ബ്ലൂ ആണ്. അപ്പോൾ 2 കാർഡ്സ് ആണ് പിടിച്ചത്, 3 and 4. അപ്പോൾ 34 എന്നുള്ള നമ്പർ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഒരു സിമ്പിൾ കാര്യം കൂടി, സിമ്പിൾ ആക്ടിവിറ്റിയാണ് ഇത്, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ്, നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, അതിൻ്റെ ശേഷം നമുക്ക് ഫൈനൽ വർക്ക്സ് ചെയ്യാം കേട്ടോ ടെക്സ്റ്റിലത്തെ. ഓക്കെ, അപ്പോൾ നമ്മളോട് ടെക്സ്റ്റിൽ ചോദിക്കുന്നുണ്ട്, ഇതൊന്നും നമുക്ക് വായിച്ചു നോക്കാം കേട്ടോ. എ ലോട്ട് ഓഫ് ഓറഞ്ചസ് ആർ ലെഫ്റ്റ്. ഐ തിങ്ക് യു നീഡ് മോർ ട്രേസ്. അപ്പോൾ അമ്മയും സുരാജിൻ്റെ അമ്മയും കൂടിയിട്ട് ഉള്ള ഒരു കോൺവെർസേഷനാണ് ഈ പേജ്. ഒന്ന് മക്കൾ വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം മക്കൾ വായിച്ചിരുന്നെന്ന് വിചാരിക്കണ, ഞാനും കൂടി വായിക്കാം. യെസ്, അപ്പോൾ നമുക്ക് ആദ്യം മുതൽ ഒന്നും കൂടി വായിക്കാം കേട്ടോ. എ ലോട്ട് ഓഫ് ഓറഞ്ചസ് ആർ ലെഫ്റ്റ്. ഐ തിങ്ക് യു നീഡ് മോർ ട്രേസ്. ട്രേ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഭക്ഷണമൊക്കെ കീപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. യെസ്, ഐ നീഡ് 4 trays to put off. I need 4 trays of 10 oranges. I need 4 trays of 10 oranges, each to put 40 oranges, but 3 oranges are still left. Can you now tell which are more in numbers? 43 oranges or 34 oranges? 43 oranges ആണ് എന്ത് വലുത്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ചെറുതായി കമ്പയർ ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ പഠിക്കുന്നില്ല. അപ്പോൾ 27 ആണോ അതോ 72 ആണോ വലുത്? ഉറപ്പായും 72 ആണ് വലുത്. കാരണം 27-ൽ 2 10s ആണുള്ളത്, 2 10s ആണുള്ളത്. നേരെ മറിച്ച് 72-ലോ 7 10s ആണ്. അപ്പോൾ 7 10s 70 ആണ്, 2 10s 20 ആണ്. 70 ആണോ 20 ആണോ വലുത്? 70. അപ്പോൾ 72 ആണ് വലുത്. അത് നമ്മൾ ടിക്ക് ചെയ്യാം. ഇനി 67 ചിക്കൂസ് ആർ ഡാഷ് ദെൻ 76 ചിക്കൂസ്. അപ്പോൾ മോർ ആണോ ലെസ് ആണോ? മോർ ഓർ ലെസ് ആണ് നമ്മളുടെ ആൻസേഴ്സ്. മോർ ഓർ ലെസ്. അപ്പോൾ 67 ചിക്കൂസ് ആർ ലെസ് ദാൻ 76. 53 shells are more than 35. ഓക്കെ, അപ്പോൾ മോറും ലെസ്സും യൂസ് ചെയ്തിട്ട് നമ്മൾ ആൻസർ ഇവിടെ ഫൈൻഡ് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് മോറാണോ ലെസ് ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡാഷ് ഈസ് ലെസ് ദാൻ 41. അപ്പോൾ 41-നെ നമുക്ക് അതിൻ്റെ റീഅറേഞ്ച് ചെയ്താൽ റെസിപ്രോക്കൽ, അത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 14 ആണ് കിട്ടുക. ആ നമ്പേഴ്സ് വെച്ചിട്ടുള്ള സ്മോളസ്റ്റ് നമ്പർ 14 ആണ്. അപ്പോൾ 14 is less than 41. 49 is more than 94. അപ്പോൾ ഡാഷ് ഈസ് ലെസ് ദാൻ 2. ഏതാണ് ലെസ് ദാൻ 2? 1 is less than 2. ഡാഷ് ഈസ് മോർ ദാൻ ഡാഷ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. 7 is more than 9. ആണോ? ഇഷ്ടമുള്ളത് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്തെന്നാ എഴുതുക? നമ്മൾ നോക്കിയിട്ട് എഴുതണം. മോർ, കൂടുതൽ. അപ്പോൾ ഇവിടെ കൂടുതലാണ് വേണ്ടത്, ഇവിടെ കുറവാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കൂടുതലാണ് വേണ്ടത്. അപ്പോൾ കൂടുതൽ, ഇപ്പോൾ ആദ്യം കുറവുള്ളത് എഴുതാം നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ 4 എഴുതിയെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് അതിനെക്കാട്ടും കൂടുതലുള്ള നമ്പർ എഴുതാം 5 ആണ്. അപ്പോൾ 5 is more than 4. അപ്പോൾ ഇത്രയാണ് ഈ ഏരിയയിലും നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ലാസ്റ്റ് നമ്മളെ വള്ളംകളി ആർക്കൊക്കെ അറിയാം? നമ്മൾ കേരളത്തിലാണ്. in Kerala, Onam is celebrated through a famous snake boat race called as Vallamgali. The race has nearly come to an end. Look at the picture and observe the position of each boat. അപ്പോൾ ഈ ബോട്ടുകൾ ബോട്ടുകൾ പല രീതിയിൽ പല കളറിലുള്ള ബോട്ടുകളുണ്ട്. ഏതൊക്കെ ബോട്ടാണ് ആദ്യവും അവസാനവും വന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഫിനിഷിംഗ് ലൈൻ. അപ്പോൾ ആദ്യം എത്തിയത് ഏത് ബോട്ടാണ്? റെഡ് കളർ ഫസ്റ്റ്, പിങ്ക് കളർ സെക്കൻഡ് ആണ്, തേർഡ് ഏതായിരിക്കും? യെല്ലോ ആണ്, ഫോർത്ത് ബ്ലൂ ആണ്, ഫിഫ്ത്ത് എന്താണ്? ഗ്രീൻ ആണ്, സിക്സ്ത് ഓറഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ വിച്ച് കളർ ബോട്ട് കെയിം ഫസ്റ്റ്? ഏത് കളറാണ്? റെഡ് കളർ ബോട്ടാണ് ആദ്യം വന്നത്. റെഡ് കളർ ബോട്ട്.
വിച്ച് ബോട്ട് ഈസ് ലൈക്ലി ടു കം തേർഡ്? ഏത് ബോട്ടാണ് മൂന്നാമത്തെ വരാൻ സാധ്യത ഉള്ളത്? ഏത് ബോട്ടാണ്? യെല്ലോ ബോട്ട്. അറ്റ് വിച്ച് പൊസിഷൻസ് ആർ ബ്ലൂ ആൻഡ് ഗ്രീൻ ബോട്ട്? ബ്ലൂവും ഗ്രീനും ഏതാണ്? 4th പൊസിഷനിലാണ്, പിന്നെ 5th പൊസിഷനിലാണ്. ഗ്രീന് 5th ആണ്, ബ്ലൂ 4th ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ അത്രയാണ് ആ പേജിൽ നമുക്ക് നോക്കാനുള്ളത് അല്ലേ? പേജ് നമ്പർ 14 നമുക്ക് നോക്കാനുള്ളത് അത്രയാണ്. അറ്റ് വിച്ച് പൊസിഷൻ ഓഫ് പിങ്ക്? റൈറ്റ് ദി പൊസിഷൻ ഓഫ് പിങ്ക് ആൻഡ് ഓറഞ്ച് ബോട്ട്സ് ഓൺ ദി ബേസിസ് ഓഫ് ദ പിക്ചർ. പിങ്കിൻ്റെയും ഓറഞ്ചിൻ്റെയും ബോട്ടിൻ്റെ പൊസിഷൻ എന്തായിരിക്കും? സെക്കൻഡും 6th ആയിരിക്കും അല്ലേ? നമ്മൾ പിക്ചർ ഓൾറെഡി മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി ലാസ്റ്റ് വൺ, ലുക്ക് അറ്റ് ദി മന്ത് ഓഫ് ഓഗസ്റ്റ് ഇൻ ദി കലണ്ടർ ഗിവൺ ബിലോ. റീഡ് ദി കലണ്ടർ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ, ഓണം വിൽ ബി സെലിബ്രേറ്റഡ്. ഓണം വിൽ ബി സെലിബ്രേറ്റഡ്. ഓണം വിൽ ബി സെലിബ്രേറ്റഡ് on which day of month? In which day of the month? In which day of the month? ഏത് ഓഗസ്റ്റ് മാസത്തിലെ ഏത് ദിവസമാണ്? 29 ഓണം. അപ്പോൾ 29 എന്ന് നമ്മൾ എഴുതും. When is Independence Day? 15th ഓഗസ്റ്റിനാണ് ഇൻഡിപെൻഡൻസ് ഡേ. When is രക്ഷാബന്ധൻ? രക്ഷാബന്ധൻ ഈസ് ഓൺ 30 ഓഗസ്റ്റ്. 30 ഓഗസ്റ്റിനാണ് രക്ഷാബന്ധൻ. ഓക്കെ, ഇനി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും ബർത്ത്ഡേ ഓഗസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ 17th നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു സ്ക്വയർ വരക്കാം, നമുക്കൊരു ഹാർട്ട് വരക്കാം, നമുക്കിഷ്ടമുള്ള രീതിയിൽ സർക്കിൾ ചെയ്താലും മതി, നമുക്കിഷ്ടമുള്ള രീതിയിൽ വരക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസണിൽ പറയുന്നത്. സോ താങ്ക് യു ഓൾ.